ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും എൻ്റെ ലിപ്പ് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് സംഭവം. ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം. ഇതിനകത്ത് 13++ ആണ്. നമ്മുടെ ലിപ്പ് നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് 7 ഡേയ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് റിസൾട്ട് വിസിബിളായി. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാണ്ട് ഞാനത് എടുത്തു വെച്ചു. പിന്നെയും എൻ്റെ ലിപ്പിൻ്റെ ഷെയ്ഡ് ഡാർക്ക് ആവാൻ തുടങ്ങുമ്പോൾ ഞാൻ വീണ്ടും യൂസ് ചെയ്യും. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം വൈറ്റ് കാസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ ലിപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പ് ഒന്ന് ഡള്ളായ പോലെ നമുക്ക് തോന്നും. കാരണം ഇതിനകത്ത് പിഗ്മെൻറ്റേഷൻ കുറവാണ്. അതായത് ടിൻറ്റഡ് ലിപ് ബാം അല്ല ഇത്. നമ്മൾ ടിൻറ്റഡ് ലിപ് ബാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് റിസൾട്ട് വളരെ വളരെ കൂടുതലാണ്. ഞാൻ ടിൻറ്റഡ് ലിപ് ബാം ഒരുപാട് തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ടിൻറ്റഡ് ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ലിപ്പ് പഴയതിനേക്കാളും ഡാർക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ലിപ് ബാം യൂസ് ചെയ്യുക. കാരണം ഈ ഒരു ലിപ് ബാം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കുക. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ലിപ്പ് നല്ലപോലെ റെഡ് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ലിപ്പിൻ്റെ ഒറിജിനൽ കളർ, അതായത് നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറി നമ്മുടെ ലിപ്പ് നല്ലപോലെ ബ്രൈറ്റൻ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.